ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ കാൽ രാത്രി എന്നൊരു വ്യത്യസ്തമായ ബംഗാളി സിനിമയാണ് കാണാൻ പോകുന്നത്. ഇവിടെ ദേവി എന്നൊരു പെൺകുട്ടി രുദ്ര എന്ന അയാളെ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിലേക്ക് വരികയാണ്. ഈ രുദ്രയ്ക്ക് ഒരു അനിയനുണ്ട്. ആ അനിയന്റെ ഭാര്യയാണ് ഇവരെ രണ്ടുപേരെയും സ്വീകരിച്ച് ആരതി ഒഴിയുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് പുതിയ ഭാര്യയെ അരികിൽ നിർത്തിക്കൊണ്ട് തന്നെ അനിയന്റെ ഭാര്യയുടെ മേൽ കൈവയ്ക്കുകയാണ്. ഇത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നു. പക്ഷെ ആരും ഒന്നും വേണ്ടുന്നില്ല. ഭർത്തൃ വീട്ടിൽ ആദ്യ ദിവസം എത്തിയ നമ്മുടെ ഹീറോയിൻ ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു. അവിടുത്തെ രീതി അനുസരിച്ച് കല്യാണത്തിന് ശേഷമാണ് റിസപ്ഷൻ വെക്കുന്നത്. അതിനായി ഹീറോയിന്റെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിൽ ഹീറോയിന് മായ എന്നു പേരുള്ള ഒരു ഉറ്റ സുഹൃത്തുണ്ട്. അവൾ വന്നിട്ട് പറയുന്നു, ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ ആദ്യ രാത്രിയും അവസാനത്തെ രാത്രിയും ആയിരിക്കും. കാരണം നാളെ നിന്റെ ഭർത്താവ് ഒരു ശവമായിരിക്കും എന്ന് പ്രവചിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ സുഹൃത്ത് മായ മുൻകൂട്ടി പ്രവചിച്ചതെല്ലാം ഇതുവരെ നടന്നിട്ടുമുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ ഭർത്തൃ വീട്ടിൽ അടുത്തതായി നടക്കുന്ന സംഭവവികാസങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള ട്വിസ്റ്റുകളാണ്. ഇങ്ങനൊരു ട്വിസ്റ്റുള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോ നിമിഷവും ശ്രദ്ധിച്ച് കാണണം. ഒരുപാട് കഥാപാത്രങ്ങൾ വരും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. കഥയുടെ തുടക്കത്തിൽ തന്നെ ദേവി എന്ന നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഭർത്താവ് രുദ്രയോടൊപ്പം വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ 2 മണിക്കൂർ മുമ്പ് എന്ത് നടന്നു എന്ന് കാണിക്കുന്നു. നമ്മുടെ ദേവി വിവാഹം കഴിഞ്ഞ് ഭർത്താവ് രുദ്രയോടൊപ്പം കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിൽ മുന്നിലിരിക്കുന്നത് ഭർത്താവിന്റെ അനിയനാണ്. ചേട്ടാ, ഇന്നൊരു ദിവസമെങ്കിലും കുടിക്കാതെ വാ ചേട്ടാ, എല്ലാം എനിക്കറിയാം, നീ മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ് അയാൾ അഹങ്കാരത്തോടെ കുടിച്ചുകൊണ്ടാണ് വരുന്നത്. ദേവിയും ഇങ്ങനൊരു ഭർത്താവാണല്ലോ തനിക്ക് കിട്ടിയതെന്ന് മനസ്സിലോർക്കുന്നു. അപ്പോഴാണ് അവിടുന്ന് മറ്റൊരു ഫ്ലാഷ് ബാക്ക് പോകുന്നത്. നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും, അതായത് ആ പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയും, അവർ ഈ രുദ്ര എന്ന പയ്യനെയാണ് ഹീറോയിന് വേണ്ടി നോക്കി വെച്ചത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി കൊടുക്കണം, അപ്പോഴേ നമുക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റൂ എന്നവർ തമ്മിൽ രഹസ്യം പറയുന്നു. അതിനുശേഷമാണ് ഹീറോയിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ആ ഫംഗ്ഷന് ഹീറോയിന്റെ സുഹൃത്ത് മായ വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കുളിക്കുമ്പോൾ അവൾ വാതിലിൽ തട്ടി വിളിച്ച് പറയുന്നുണ്ട്, നാളെ നിന്റെ കല്യാണമാണ്, പക്ഷെ നിന്നോട് ഞാൻ ഒരു രഹസ്യം പറയട്ടെ, ഞാൻ ഇതുവരെ പ്രവചിച്ചതൊന്നും തെറ്റിയിട്ടില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞ് നീ ഭർത്തൃ വീട്ടിൽ പോയ ശേഷം നിനക്ക് ആ അതിരാത്രി നടക്കുമല്ലോ, അത് നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കും. കാരണം അടുത്ത ദിവസം രാവിലെ നിന്റെ ഭർത്താവ് ശവമായി കിടക്കും എന്ന് പറയുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഥ ഇപ്പോഴത്തെ സമയത്തേക്ക് വരുന്നു. നമ്മുടെ ഹീറോയിൻ ഭർത്താവിനൊപ്പം ഭർത്തൃ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ വീട് കാണുമ്പോഴേ അവൾക്ക് പഴയ ഓർമ്മകൾ വന്ന് തല ചുറ്റി വീഴാൻ പോകുന്നു. അപ്പോൾ ഭർത്താവിന്റെ അനിയൻ, അതായത് കുടുംബത്തിലെ 2ാമത്തെ മകൻ, അവളെ താങ്ങി പിടിക്കുന്നു. നമുക്ക് ഇയാളെ ഡോക്ടർ എന്ന് വിളിക്കാം. ഇപ്പോൾ ഹീറോയിനെ എങ്ങനെയോ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. വീടിനുള്ളിൽ പതിവ് പോലെ ആരതിയെല്ലാം എടുത്ത് രുദ്രയുടെ ഡോക്ടറായ അനിയന്റെ ഭാര്യ ഐശ്വര്യ റായ് ആരതി ഒഴിയുന്നു. അങ്ങനെ രുദ്രയും ഹീറോയിനെയും വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ രുദ്ര അവിടെ വെച്ച് തന്റെ അനിയന്റെ ഭാര്യയെ തന്നെ തുറച്ചു നോക്കിയിട്ട് പെട്ടെന്ന് അവരുടെ കവിളിൽ കൈവയ്ക്കുന്നു. ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിപ്പോവാണ്. അപ്പോൾ രുദ്രയുടെ അച്ഛൻ നാരായണൻ എന്ന പേരുള്ള ആൾ, എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഭാര്യയെ നിന്റെ മകൻ പിടിച്ചില്ലേ, അതാണ് ഞാൻ നിന്റെ ഭാര്യയുടെ മേൽ കൈവച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ തകർന്നു പോവാണ്. ഈ കുടുംബത്തിൽ നാരായണനാണ് അച്ഛൻ. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 4 ആൺമക്കളുണ്ട്. ആദ്യത്തെ മകൻ ഈ രുദ്ര, 2ാമത്തെ മകൻ ഡോക്ടർ, കൂടാതെ 2 മക്കൾ കൂടിയുണ്ട്. അതിൽ 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഭർത്താവ് രുദ്രയോടൊപ്പം മുറിയിലേക്ക് വരുന്നു. ആ മുറിയിലേക്ക് കടക്കുമ്പോഴേ അവൾക്ക് എന്തോ ഭീകരമായ ഓർമ്മകൾ വന്ന് ബോധം കെട്ട് വീഴുന്ന പോലെ കാണിക്കുന്നു. ഇവിടെ രുദ്ര അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണോ അനിയന്റെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറുന്നത്? നമ്മുടെ കുടുംബ രഹസ്യമൊക്കെ പുറത്തറിയിക്കാനാണോ എന്ന് ചോദിച്ച് അച്ഛൻ മകനെ അടിക്കുന്നു. അതേസമയം ഹീറോയിന്റെ മുറിയിലേക്ക് രുദ്രയുടെ കസിനായ സ്നേഹ എന്നൊരു ചെറിയ പെൺകുട്ടി വരുന്നു. ചേച്ചി, എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഈ വീട്ടിലുള്ളവരെല്ലാം ഒരു മാതിരിയാണ്, ഞാൻ ചേച്ചിക്ക് തുണയായുണ്ടാകും എന്ന് പറയുന്നു. ഒരു സഹായം ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് നിന്റെ ചേട്ടൻ രുദ്ര ഓൾറെഡി വിവാഹിതനായിരുന്നല്ലോ, രുദ്രയുടെ ആദ്യത്തെ ഭാര്യ എങ്ങനെയാണ് മരിച്ചത് എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടതും സ്നേഹം പേടിക്കുകയാണ്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിരുന്ന കാര്യം ചേച്ചിക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് എന്നെ 2ാമത് കെട്ടിച്ചുകൊണ്ട് വന്നത്. ശരി, ആ ആദ്യ ഭാര്യ എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടി പറയാതെ അവിടെ നിന്ന് പോകുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ആ വീടിന്റെ അച്ഛനായ നാരായണനെ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ കാല് 3ാമത്തെ മരുമകൾ 3ാമത്തെ മകന്റെ ഭാര്യ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുന്നു. അമ്മാവ, ഞാൻ എന്ത് ചെയ്താലാണ് അങ്ങേക്ക് ഇഷ്ടമാവുക? അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ആ ഫാക്ടറിയും മറ്റുമൊക്കെ എനിക്കും എന്റെ ഭർത്താവിനും തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാരായണന് അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ അവരെ ഓടിച്ചുവിടുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ദേവി ടെറസിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കൂട്ടുകാരി മായ വരുന്നു. നീ എന്തിനാ ഭർത്തൃ വീട്ടിൽ വന്ന് കരയുന്നത് എന്ന് ചോദിക്കുന്നു. നീ പറഞ്ഞ പോലെ ഇന്ന് രാത്രി എന്റെ ഭർത്താവ് മരിക്കോ? ഞാൻ എല്ലാവരോടും പോയി പറയട്ടെ, ജാഗ്രതയായി ഇരിക്കാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്തു പറയും? ഞാൻ പ്രവചിച്ചത് കൊണ്ട് മരിക്കുമെന്ന് പറയോ? നടക്കുന്നത് നടക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നീ വിഷമിക്കാതെ നിന്റെ ജീവിതം എങ്ങനെ രക്ഷിക്കാം എന്ന് നോക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ രാത്രിയാവുന്നു. നമ്മുടെ ഹീറോയിൻ ഉറങ്ങാൻ കിടക്കുകയാണ്. അതിരാവിലെ 3:30 ഹീറോയിൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഭർത്താവ് റൂമിലില്ല. അപ്പോൾ വീട്ടിലെ വേലക്കാരി വീട് ചുറ്റി നടക്കുമ്പോൾ ഒരു മുറിയിൽ മാത്രം ലൈറ്റ് കത്തുന്നത് കാണുന്നു. എന്താണെന്ന് നോക്കാൻ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു ഹെയർ പിൻ മുതുകിൽ കുത്തി നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് രുദ്ര മരിച്ചു കിടക്കുന്നു. അത് കണ്ട ആ വേലക്കാരി ചിരിച്ചുകൊണ്ട് രുദ്ര മരിച്ചുപോയേ എന്ന് അലർന്നു.
അടുത്ത ദിവസം രാവിലെ വീട്ടിലുള്ളവരെല്ലാവരും ആ മുറിയിലേക്ക് വരുന്നു. പോലീസുകാർ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഹീറോ, ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ രുദ്ര മരിച്ചു കിടക്കുന്ന റൂമിൽ നമ്മുടെ ഹീറോയിൻ തന്റെ സുഹൃത്ത് മായ പറഞ്ഞതുപോലെ ഭർത്താവ് മരിച്ചല്ലോ എന്നോർത്ത് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് രുദ്രയുടെ സഹോദരി അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് കുടുംബത്തിൽ 4 ആൺമക്കളും ഒരു പെങ്ങളും ആയിരുന്നു. നീയല്ലേ ഇത് ചെയ്തത്? നിന്നെ കൊണ്ടാണ് എന്റെ സഹോദരൻ മരിച്ചത്. ഇവിടെ നിന്ന് പുറത്തു പോയെന്ന് പറഞ്ഞ് ഹീറോയിനെ പുറത്തേക്ക് തള്ളുന്നു. ഹീറോയിൻ പേടിച്ചോടുമ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറായ ഹീറോയെ കാണുന്നത്. ഇപ്പോൾ ഹീറോയും ആ വീടിനുള്ളിലേക്ക് വന്ന് ഈ സംഭവം ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ആദ്യം നാരായണനോട് ചോദിക്കുന്നു. വീട്ടിലുള്ള ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുന്നുണ്ട്. മകൻ മരിച്ചിട്ട് ഒരാളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ വരുന്നില്ല. അത് അയാൾക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. പോരാത്തതിന് നാരായണൻ കുടുംബത്തിന്റെ മാനം പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മകന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം, ബോഡി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫോറൻസിക്കിന് അയക്കാതെ ബോഡി എടുക്കാൻ പറ്റില്ല, ഒരു ഹെയർ പിൻ കുത്തിയാണ് രുദ്ര മരിച്ചിരിക്കുന്നത്, ഈ ഹെയർ പിൻ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹീറോ കേസിന് ഇറങ്ങുന്നു. അദ്ദേഹം കൂടെയുള്ള ഒരു വനിതാ പോലീസിനോട് ആരാണ് ഈ സംഭവം ആദ്യം കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലെ വേലക്കാരിയാണ് കണ്ടത് എന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു മുറിയിൽ ഹീറോയിൻ സ്തംഭിച്ചിരിക്കുകയാണ്. ഹീറോയിന്റെ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് റിസപ്ഷൻ നടക്കേണ്ടിയിരുന്നത്. അതിനായി വന്ന കൂട്ടുകാരികൾ ഇപ്പോൾ ഹീറോയിനെ ആശ്വസിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ഹീറോയിന്റെ സുഹൃത്ത് മായയുണ്ട്. ഇപ്പോൾ വേലക്കാരിയോട് പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് രാത്രി ആ റൂമിനടുത്തേക്ക് പോയത്? എന്താണ് കണ്ടത്? രാത്രി ബാത്റൂമിൽ പോവാൻ എഴുന്നേറ്റതാണ്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ എന്താ ആ റൂമിൽ ലൈറ്റ് കത്തുന്നതെന്ന് നോക്കാൻ കയറിയതാണ്. അപ്പോൾ ഇയാൾ ശവമായി കിടക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയിൻ ദേവിയുടെ റൂമിലേക്ക് പോകുന്നു. എന്താ, നിങ്ങളാണോ ദേവിയുടെ സുഹൃത്തുക്കൾ? ഇന്നലെ രാത്രി നിങ്ങൾക്ക് വല്ല ശബ്ദവും കേട്ടിരുന്നോ? നിങ്ങൾക്ക് ആരെയാണ് സംശയം എന്ന് ചോദിക്കുമ്പോൾ റിസപ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി ഇവിടെയാണ് തങ്ങിയത്, പക്ഷെ ഞങ്ങളൊരു ശബ്ദവും കേട്ടില്ല. രാവിലെ ഇവിടെ ആൾക്കൂട്ടം കണ്ടപ്പോഴാണ് വന്ന് നോക്കിയത് എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ ക്ഷമിക്കണം. നിങ്ങളുടേത് അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ് ആണ്. എൻ്റെ അച്ഛനും അമ്മയാണ് നോക്കി ഉറപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറയുന്നു. 2 മാസം മുമ്പ് ഈ വീടിന്റെ അച്ഛനായ നാരായണൻ എൻ്റെ മകന്റെ ആദ്യ ഭാര്യ ഋതിക കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയി. അതുകൊണ്ട് മകൻ രുദ്രയ്ക്ക് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. മകന്റെ ജാതകം ജോത്സ്യനെ കാണിച്ചപ്പോൾ അവൻ വിവാഹം കഴിക്കുന്ന 2 ഭാര്യമാർ മരിച്ചു പോകുമെന്നും 3ാമത്തെ ഭാര്യയോടൊപ്പമേ സന്തോഷമായി ജീവിക്കൂ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ 2ാമതായി നിങ്ങളുടെ മകളെ ചോദിച്ചു വന്നത് എന്ന് ദേവിയുടെ അച്ഛനമ്മമാരോട് പറയുന്നു. എന്താ സാറി പറയുന്നത്? നിങ്ങൾ വലിയ ആളായിരിക്കാം, പക്ഷെ ജോത്സ്യൻ പറഞ്ഞതുപോലെ 2ാമതായി എൻ്റെ മകളെ കെട്ടിച്ചാൽ അവൾ മരിച്ചു പോകില്ലേ എന്നവർ ഭയപ്പെടുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വേവലാതിയില്ല, നിങ്ങൾ കല്യാണം നടത്തി തന്നേ പറ്റൂ എന്നയാൾ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ദേവിയുടെ അച്ഛനമ്മമാരും നാരായണന്റെ വാക്കിന് വഴങ്ങി ദേവിയെ രുദ്രയ്ക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ ദേവിക്ക് പകരം രുദ്രയാണ് മരിച്ചിരിക്കുന്നത്. ഈ കഥ ദേവി ഇൻസ്പെക്ടറോട് പറയുമ്പോൾ അവൾക്ക് പ്രഷർ കൂടുന്നു. അതിൽ കൂടുതൽ അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇൻസ്പെക്ടർ നേരെ ആ വീട്ടിലെ വേലക്കാരിയോട് ചോദിക്കുന്നു, രുദ്രയെ ഒരു ഹെയർ പിൻ ഉപയോഗിച്ചാണ് കൊന്നിരിക്കുന്നത്. അങ്ങനത്തെ ഹെയർ പിൻ ഈ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഈ വീട്ടിലെ 2ാമത്തെ മകൻ ഡോക്ടറുടെ ഭാര്യ ഐശ്വര്യ റായ് എപ്പോഴും ഒരു ഹെയർ പിന്നുമായി നടക്കാറുണ്ട്. ഇന്നലെ രാത്രിയും അവർ രുദ്രയുടെ റൂമിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രുദ്ര മരിക്കുന്നതിന് മുമ്പ് അനിയന്റെ ഭാര്യ ഐശ്വര്യ റായ് രുദ്രയുടെ റൂമിൽ വന്ന് സംസാരിച്ചിരുന്നു. രുദ്ര, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, എൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനിയന്റെ ഭാര്യയോട് അടുത്തിടപഴകുന്നു. അപ്പോഴാണ് അവരുടെ തലയിലെ ഹെയർ പിൻ താഴെ വീണത്. അപ്പോഴേക്കും രുദ്രയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് എൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഈ ശനി അവനെ വിടില്ലല്ലോ എന്ന് പറഞ്ഞ് 2ാമത്തെ മരുമകളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. രുദ്രയോട് വേഗം ദേവിയുടെ റൂമിലേക്ക് പോ, അവൾ ആദ്യരാത്രിക്കായി കാത്തിരിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. ഇതെല്ലാം വേലക്കാരി ഒളിച്ചു കേട്ടിട്ട് ഇപ്പോൾ പോലീസിനോട് പറയുന്നു. എന്ത് നശിച്ച കുടുംബമാണത് എന്ന് ഹീറോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവിയുടെ അച്ഛനമ്മമാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാരും വേലക്കാരും അത് കാണുന്നുണ്ട്. ഇന്ന് മകളുടെ റിസപ്ഷനാണ്, അതിന് വന്നതാണെന്ന് പറയുമ്പോൾ റിസപ്ഷൻ നടക്കില്ല, നിങ്ങളുടെ മരുമകൻ മരിച്ചുപോയി എന്ന് പറയുന്നു. എന്ത്, എൻ്റെ മരുമകൻ രുദ്ര സാർ മരിച്ചെന്നോ എന്ന് അവിടുത്തെ അമ്മൂമ്മ ഭയപ്പെടുന്നു. എന്താ മരുമകനെ സാർ എന്നൊക്കെ വിളിക്കുന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ എന്ന് ഇൻസ്പെക്ടർക്ക് തോന്നുന്നു. ഇവിടെ മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോയിൻ ദേവി ആ വീട് വിട്ട് പുറത്തേക്ക് വന്ന് വീടിന് പിന്നിലുള്ള ഒരു കുളത്തിനരികിലേക്ക് പോകുന്നു. ആ സ്ഥലത്ത് ഏതൊരു പയ്യൻ നീന്തുന്നത് കാണുന്നുണ്ട്. ഡാ, ഞാൻ നിന്റെ അടുത്തേക്ക് വരാ എന്ന് പറഞ്ഞ് അവൾ കുളത്തിലേക്ക് ഇറങ്ങി മുങ്ങിത്താഴുന്നു. എങ്ങനെയോ അതുവഴി വന്ന നമ്മുടെ പോലീസുകാരൻ അവളെ രക്ഷിക്കുന്നു. അങ്ങനെ ഹീറോയിനെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭർത്തൃ വീട്ടിലെ എല്ലാവരും ചുറ്റും കൂടുന്നു. ആ വീടിന്റെ 2ാമത്തെ മകൻ ഡോക്ടർ ഹീറോയിനെ പരിശോധിക്കുന്നു. ഹീറോയിൻ കണ്ണു തുറക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് പോലീസുകാരൻ ആ വനിതാ പോലീസിനോട് പറയുന്നുണ്ട്, ഞാൻ ആ പെണ്ണിനെ രക്ഷിക്കാൻ പോയപ്പോൾ അവൾ എന്നെ വിട്, എന്നെ രക്ഷിക്കരുത് എന്ന് അലറി കരയുകയായിരുന്നു. എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്? ഒരു ഘട്ടത്തിൽ ഞാൻ അവളെ രക്ഷിക്കുമ്പോൾ അവനെയും കൂടി രക്ഷിക്കുക എന്ന് അവൾ അലറി. ആരാണ് അവൻ? ഇൻസ്പെക്ടർ കൂടുതൽ കുഴപ്പത്തിലാവുന്നു. ഇപ്പോൾ ഹീറോയിന്റെ മുറിയിലേക്ക് ഡോക്ടറിന്റെ ഭാര്യ ഐശ്വര്യ റായ് വരുന്നു. അവരോട് ദേവി, നീ എന്റെ ഭർത്താവ് രുദ്രയെ മയക്കാൻ നോക്കുകയാണല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ തന്നെയല്ലേ ആ ഹെയർ പിൻ തലയിൽ കുത്തിയത്? നിനക്കറിയാലോ എന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരും മറുപടി പറയാതെ നിൽക്കുന്നു. ശരി, ഈ ഐശ്വര്യ റായ് ആ വീടിന്റെ ആദ്യത്തെ മകനോട് മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് കരുതിയാൽ
ആ വീടിന്റെ മൂന്നാമത്തെ മകൻ ബറോൺ എന്നൊരാളുണ്ട്. അവനോടും ഇവർ കുറച്ച് കളിയായിട്ടാണ് പെരുമാറുന്നത്. അവന്റെ കൂടെ ഇരുന്ന് തലയിലെ ഹെയർ പിൻ ഊരി കളയുകയും അവനോട് അടുത്ത് സംസാരിക്കുന്നതും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ വീണ്ടും റൂമിൽ ദേവി ആ ഐശ്വര്യ റായോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഭർത്താവ് രുദ്രയുടെ ആദ്യത്തെ ഭാര്യ ഈ റൂമിൽ വെച്ചാണ് മരിച്ചതെന്ന് കേട്ടു, അവരെങ്ങനെയാണ് മരിച്ചത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഐശ്വര്യ റായ് പോകുന്നു. ഇപ്പോൾ ആ വീടിന്റെ കാരണവരായ നാരായണൻ ആകെ തകർന്നിരിക്കുകയാണ്. എന്റെ ആദ്യത്തെ മകൻ രുദ്ര അന്യായമായി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ മരുമകളായ ഐശ്വര്യയുടെ കയ്യിൽ പിടിച്ച് സങ്കടപ്പെടുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന നാരായണന്റെ ഭാര്യ ഇത് കണ്ട്, ഏയ് അസത്തെ, അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, നിന്നെ കൊണ്ടാണ് എന്റെ ആദ്യത്തെ മകൻ രുദ്ര മരിച്ചത്, ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വന്നോ എന്ന് പറഞ്ഞ് ഐശ്വര്യ റായെ തള്ളി മാറ്റുന്നു. ഇവിടെ നമ്മുടെ ഹീറോ തന്റെ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് വന്ന് ഈ കേസിൽ ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. ഇപ്പോൾ ഹീറോയിനെ കാണാൻ ഉറ്റ സുഹൃത്ത് മായ വന്നിരിക്കുകയാണ്. നിന്റെ ഭർത്താവ് രുദ്ര എങ്ങനെ മരിച്ചെന്നാണ് നീ കരുതുന്നത്? ഒരുപക്ഷെ അതിന് കാരണം ഞാൻ കൂടിയായിരിക്കാം എന്ന് പറയുമ്പോൾ ദേവി ഞെട്ടുന്നു. എന്താ, ഞാൻ കാരണമായിക്കൂടെ? നിനക്കൊരു മുൻകാമുകൻ ഉണ്ടായിരുന്നില്ലേ, ചിരാഗ്, അവൻ എങ്ങനെയാണ് മരിച്ചതെന്നാണ് നീ കരുതുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ ആ കുളത്തിൽ ഒരു രൂപത്തെ കണ്ടത്. അത് അവളുടെ മുൻകാമുകനായിരുന്നു. മരിച്ചുപോയെങ്കിലും ഹീറോയിന്റെ ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അവന്റെ മരണത്തിലും ഒരു രഹസ്യമുണ്ട്. തുടർന്ന് കേൾക്ക്. പെട്ടെന്ന് നാരായണന്റെ ഭാര്യ, അതായത് ഹീറോയിന്റെ അമ്മായിയമ്മ, നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന്, എന്തിനാണ് എന്റെ മകനെ വിവാഹം കഴിച്ചത്? നീ വന്നതുകൊണ്ടാണ് എന്റെ മകൻ രുദ്ര മരിച്ചത് എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കഴുത്തിന് ഞെരിക്കുന്നു. ഇത് ഹീറോയിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോഡ് അപകടത്തിൽ മരിച്ച തന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് റോഡിൽ വിഷമിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിനും ഇപ്പോൾ ഈ ഭർത്തൃ വീട്ടിൽ നടക്കുന്ന ദുരൂഹ സംഭവങ്ങൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കാൻ ആ വനിതാ പോലീസ് വീട്ടിലേക്ക് വരുന്നു. നിങ്ങളെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ആരോ ഒരാളെ കൂടി രക്ഷിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതാരാണ് എന്ന് ചോദിക്കുന്നു. അതാരാണെന്ന് നിങ്ങളോട് പറയില്ല. ആ ഇൻസ്പെക്ടർ എവിടെ? ഞാൻ അദ്ദേഹത്തോടെ പറയൂ. സത്യത്തിൽ എന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അതും ഞാൻ അദ്ദേഹത്തോടെ പറയൂ എന്ന് പറഞ്ഞ് അവൾ ഇൻസ്പെക്ടറെ വിളിക്കുന്നു. അതേസമയം ആ വീട്ടിലെ മുതിർന്ന സഹോദരി തന്റെ ഇളയ അനിയനോട് പറയുന്നുണ്ട്, 6 വർഷം മുമ്പ് ഇപ്പോൾ ഈ രുദ്രയുടെ ഭാര്യയായി വന്ന ഈ ദേവി ഈ വീട്ടിൽ ഒരു വേലക്കാരിയായിരുന്നു. എന്നാൽ അവൾക്കുണ്ടായ ഒരു അപകടത്തിൽ അവൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ഇപ്പോൾ വീണ്ടും ഇതേ വീട്ടിലേക്ക് മരുമകളായി വന്നിരിക്കുകയാണ്. ഈ വിഷയം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. എന്ത്? അപ്പോൾ നമ്മുടെ ഹീറോയിൻ പണ്ട് ഈ വീട്ടിൽ വേലക്കാരിയായിരുന്നോ? ആരാണ് ഹീറോയിൻ എന്നെല്ലാം നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ ദേവിയെ കാണാൻ വരുന്നു. ഇൻസ്പെക്ടർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിക്കണം. ഞാൻ കുളത്തിൽ മുങ്ങിയപ്പോൾ രക്ഷിക്കാൻ പറഞ്ഞത് എന്റെ മുൻകാമുകനെയാണ്. അവൻ മരിച്ചെങ്കിലും ഇപ്പോഴും എന്റെ ഓർമ്മകളിൽ വരാറുണ്ട്. സത്യത്തിൽ അവന്റെ മരണത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്റെ കാമുകന്റെ പേര് ചിരാഗ്. അവനൊരു മികച്ച നീന്തലുകാരനായിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു കുളത്തിൽ മരിച്ചു കിടന്നു. റിപ്പോർട്ടിൽ അവൻ വെള്ളം കുടിച്ച് നീന്തൽ അറിയാതെ മരിച്ചുവെന്നാണ് പറഞ്ഞത്. ആ കേസ് എങ്ങനെയെങ്കിലും വീണ്ടും അന്വേഷിച്ച് എന്റെ മുൻകാമുകന് നീതി വാങ്ങി തരണം എന്ന് ദേവി അസാധാരണമായി സംസാരിക്കുന്നു. പോലീസുകാരനെ ഇത് കേട്ട് ഞെട്ടലാവുന്നു. ദേവിയുടെ ഭർത്താവ് രുദ്ര മരിച്ചു കിടക്കുന്നു. അതിനു മുമ്പ് കാമുകൻ മരിച്ചിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അയാൾ തല പോവുകയാണ്. ഇപ്പോൾ മുരുകൻ എന്നൊരാളെ കാണിക്കുന്നു. അയാൾ ഭാര്യയെ കൊന്ന കേസിൽ ജയിലിലാണ്. ഇപ്പോൾ ജയിലിൽ വെച്ച് അയാൾ സ്വയം തീ കൊളുത്തി മരിക്കുന്നതായി കാണിക്കുന്നു. ഈ മുരുകന്റെ കേസ് 10 വർഷം മുമ്പ് ഹീറോയുടെ അച്ഛനാണ് കൈകാര്യം ചെയ്തിരുന്നത്. മുരുകനാണ് ഭാര്യയെ കൊന്നതെന്ന് വിധി വാങ്ങിക്കൊടുത്തതും അദ്ദേഹമാണ്. എന്തിനാണ് ബന്ധമില്ലാത്ത ഹീറോയുടെ അച്ഛൻ കൈകാര്യം ചെയ്ത കേസ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കേസിനും നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് രുദ്രയുടെ മരണത്തിനും ബന്ധമുണ്ട്. ഇവിടെ ഡോക്ടർ, അതായത് രണ്ടാമത്തെ മകൻ, തന്റെ ഭാര്യയെ തനിച്ച് വിളിച്ച്, നിന്നോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാത്തിനും ഒരു കാരണം നീയാണ്, നിന്റെ നടത്തവും ശരിയല്ല, ഗുണവും ശരിയല്ല എന്ന് പറയുമ്പോൾ അവർ ദേഷ്യപ്പെടാണ്. ഇപ്പോൾ ആ വീടിന്റെ മൂന്നാമത്തെ മകൻ ബറോണിനെ കാണിക്കുന്നു. അയാൾക്ക് ഒരു ഭാര്യ ഉണ്ടല്ലോ. ആ ഭാര്യ ഐശ്വര്യ റായെ പോലെ നീല സാരി എടുത്ത് ഞാനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ബറോണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്നാൽ ഈ മൂന്നാമത്തെ മകൻ ബറോണിന് ഭാര്യയെ ഒട്ടും ഇഷ്ടമല്ല. അസഭ്യം പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ദേവി അമ്മായച്ഛന്റെയും അമ്മായിയമ്മയുടെയും വീട്ടിലിരിക്കുമ്പോൾ തന്റെ റൂം ആരോ പുറത്തു നിന്ന് പൂട്ടിയതായി കാണുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ബെഡ്റൂമിൽ ഏതോ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ ഉപദ്രവിക്കുന്നതായും റൂമിൽ എന്തോ വലിയ പ്രശ്നം നടന്നതായും അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ കൂടുതൽ ഭയപ്പെടുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വാതിൽ തള്ളി തുറന്ന് നമ്മുടെ ഹീറോ വരുന്നത്. ഹീറോയെ കെട്ടിപ്പിടിച്ച് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദേവി അലറിക്കരയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ നേരെ ആ വീടിന്റെ കാരണവരായ നാരായണന്റെ അടുത്ത് വന്ന് രുദ്രയെക്കുറിച്ച് അന്വേഷിക്കുന്നു. മകൻ മരിച്ചിട്ട് പോലും കാലിന്മേൽ കാല് കയറ്റി വെച്ച് എത്ര കൂളായിട്ടാണ് നിങ്ങളിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് നാരായണൻ കൂളായി മറുപടി പറയുന്നു. നാരായണൻ മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട്. 10 വർഷം മുമ്പത്തെ മരുമകന്റെ കേസ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹീറോയുടെ അച്ഛനാണ് ആ കേസ് അന്വേഷിച്ച് മുരുകനാണ് ഭാര്യയെ കൊന്നതെന്ന് പറഞ്ഞ് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. പക്ഷേ സത്യത്തിൽ ആ മുരുകൻ നിരപരാധിയാണ്. മുരുകന്റെ ഭാര്യ എന്റെ മകൻ രുദ്രയുമായി 10 വർഷം മുമ്പ് ഒരു ബന്ധത്തിലായിരുന്നു. ഈ ബന്ധം ഭർത്താവ് മുരുകൻ അറിഞ്ഞപ്പോൾ അവൾ എന്റെ മകൻ രുദ്രയുടെ അടുത്ത് വന്ന് നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ രുദ്ര അതിന് സമ്മതിച്ചില്ല. അവൾ അത് വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ രുദ്രയ്ക്ക് ദേഷ്യം വന്ന് എന്റെ മകൻ രുദ്രയാണ് ആ മുരുകന്റെ ഭാര്യയെ കൊന്നത്. എന്നാൽ അത് ശരിയായി അന്വേഷിക്കാതെ നിന്റെ അച്ഛൻ ആ കേസ് മുരുകന്റെ തലയിൽ കെട്ടിവെച്ചു.
ഞാനിപ്പോൾ ഇതെന്തിനാ നിന്നോട് പറയുന്നതെന്ന് വെച്ചാൽ നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണം അദ്ദേഹത്തിന്റെ കുറ്റബോധം മാത്രമാണ്. അതുകൊണ്ടാണ് അയാൾ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തത് എന്ന സത്യം നാരായണൻ ഇൻസ്പെക്ടറോട് പറയുന്നു. അതേസമയം ആ വീട്ടിലെ രണ്ടാമത്തെ മകൻ ഡോക്ടറുടെ മുറിയിൽ നിന്ന് രക്തക്കറയുള്ള ഒരു പാന്റ് പോലീസ് കണ്ടെത്തുന്നു. ഇതെന്താ പാന്റിൽ ചുവന്ന കറ? ഇത് രുദ്രയുടെ DNA സാമ്പിളുമായി മാച്ച് ആവാൻ സാധ്യതയുണ്ട്. നീ തന്നെയാണോ നിന്റെ ചേട്ടനെ കൊന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ പാന്റ് ഒളിപ്പിച്ചത്? യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ നാരായണന്റെ മുന്നിൽ വെച്ച് രണ്ടാമത്തെ മകനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മുടെ ഹീറോയിൻ ദേവി ചോദിക്കുന്നുണ്ട്, എന്റെ മുൻകാമുകൻ എങ്ങനെ മരിച്ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് റിപ്പോർട്ട് നോക്കിയോ? നോക്കി മാഡം. അവൻ മരിച്ച സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഇൻസ്പെക്ടർ തിരിച്ചു ചോദിക്കുന്നു. ഞങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്ത് അവനെ കാണാനായി ഞാനൊരു സലൂണിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അരമണിക്കൂർ അവിടെ അവന് വേണ്ടി കാത്തിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി എന്ന് ദേവി പറയുന്നു. മാഡം, നിങ്ങളുടെ കാമുകൻ കൃത്യം 2 മണിക്കാണ് ആ കുളത്തിൽ മുങ്ങി മരിച്ചത്. നിങ്ങൾ 1 മണിക്ക് ഇറങ്ങി അരമണിക്കൂർ മാത്രമാണ് സലൂണിൽ കാത്തിരുന്നത്. പക്ഷെ 3 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഇടയ്ക്കുള്ള ആ 1.5 മണിക്കൂർ നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം കേട്ട് ഹീറോയിനും ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഈ കേസ് തീർത്തിട്ട് നിന്റെ അടുത്തേക്ക് വരാം. നീ തന്നെ വാ തുറന്നു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഡോക്ടറെയും കൊണ്ട് പോകുന്നു. ഇപ്പോൾ ഹീറോ ആ വനിതാ പോലീസിനോട് മരിച്ചുപോയ ചിരാഗിന്റെ അച്ഛനമ്മമാരോട് പോയി അന്വേഷിക്കാൻ പറയുന്നു. നിങ്ങളുടെ മകൻ പ്രണയിച്ചിരുന്ന ദേവി എന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു കല്യാണമായി. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്കും ഷോക്കിംഗ് ആയിരുന്നു. രണ്ടാമതും ആരെയോ കല്യാണം കഴിച്ചെന്ന് കേട്ടു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് എന്റെ മകനോട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ ദേവിയുടെ അച്ഛനമ്മമാരെ കണ്ടാൽ അച്ഛനും അമ്മയോ ആണെന്ന് പറയില്ല, അപ്പൂപ്പനും അമ്മൂമ്മയാണെന്നേ പറയൂ. അത്രയ്ക്ക് പ്രായ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ദേവിയുടെ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നത് കണ്ടിട്ടേയില്ല. ബുധനാഴ്ച മാത്രം ദേവിയുടെ അച്ഛൻ ഒരിടത്ത് പോകും, പണം വാങ്ങി വീട്ടിൽ വരും എന്നിങ്ങനെ സംശയാസ്പദമായ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഇവിടെ ദേവി അവന്റെ കാമുകനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്തു നോക്കുന്നു. ദേവിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിരാഗ് എന്ന പയ്യനെ പ്രണയിച്ചിരുന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഡോക്ടറെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ മറ്റൊരു ഭീകര സത്യം പറയുന്നു. എന്റെ ചേട്ടന്റെ ആദ്യ ഭാര്യ ഋതിക എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ച ഒരു ഫ്ലാഷ് ബാക്ക് തുറക്കുന്നു. രുദ്രയ്ക്ക് തന്റെ അനിയൻ ഡോക്ടറുടെ ഭാര്യ ഐശ്വര്യ റായുമായി അടുപ്പമുണ്ടായിരുന്ന വിവരം ആദ്യ ഭാര്യ ഋതിക അറിഞ്ഞിരുന്നു. അത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി അവർ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഐശ്വര്യ റായെയും രുദ്രയെയും ചീത്ത വിളിക്കുകയായിരുന്നു. ആ സമയത്ത് ഡോക്ടറും അവിടെയുണ്ട്. എന്നേക്കാൾ വലുതാണോ നിനക്ക് അനിയന്റെ ഭാര്യ എന്ന് ഋതിക രുദ്രയോട് ചോദിക്കുമ്പോൾ നീ തരാത്ത പല സുഖങ്ങളും അവൾ തരുന്നുണ്ട്, മതിയോ എന്ന് രുദ്ര മറുപടി പറയുന്നു. ദേഷ്യം വന്ന ഋതിക ഐശ്വര്യ റായിയെ വളരെ മോശമായി സംസാരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് 3ാമത്തെ മകനും ഭാര്യയും വരുന്നുണ്ട്. ആ 3ാമത്തെ മകന്റെ ഭാര്യയോട് ഋതിക പറയുന്നുണ്ട്, നീയും അറിയാതെയാണ് ഈ വീട്ടിൽ കെട്ടി വന്നത്, ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോവാം, ഈ മൃഗങ്ങളുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെയും വിളിക്കുന്നു. വീണ്ടും ഐശ്വര്യയെ ചീത്ത വിളിക്കുമ്പോൾ ക്ഷമ കെട്ട രുദ്ര എന്നെ കുറിച്ചോ എന്റെ കുടുംബത്തെ കുറിച്ചോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ ഋതികയെ ഒരു കണ്ണാടിയിലേക്ക് തള്ളിയിടുന്നു. അവിടെ വെച്ച് തന്നെ അവർ മരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ രുദ്ര തന്നെയാണ് ആദ്യ ഭാര്യയും കൊന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന നാരായണൻ ഈ വിവരം ഈ മുറിക്ക് പുറത്തു പോകരുത്, ഇവിടെ വെച്ച് തന്നെ ഒതുക്കണം എന്ന് പറയുന്നു. ഇതെല്ലാമാണ് ഡോക്ടർ ഇപ്പോൾ പോലീസിനോട് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് വരുന്നു. നമ്മുടെ ഹീറോയിൻ ദേവി മുൻകാമുകൻ ചിരാഗുമായി പ്രണയിച്ചിരുന്ന സമയം. എനിക്ക് മായ എന്നൊരു ഉറ്റ സുഹൃത്തുണ്ട്. ഡാ ചിരാഗെ, നീ ഒരു ടീച്ചറല്ലേ, ടീച്ചറായ നിന്നെ അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മുടെ കല്യാണം സംശയത്തിലാണ് എന്ന് ദേവി പറയുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം എന്റെ സുഹൃത്ത് മായ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ അവളുടെ കോളേജ് അധ്യാപകൻ വീട്ടിൽ വന്ന് അവളെ ഉപദ്രവിച്ചു. അന്നു മുതൽ അവൾക്ക് അധ്യാപകരെ വെറുപ്പാണ് എന്ന് പറയുന്നു. ഏയ്, ഞാൻ അങ്ങനത്തെ ആളല്ലല്ലോ, നീ നിന്റെ സുഹൃത്ത് മായയെ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ സംസാരിക്കാമെന്ന് ചിരാഗ് പറയുമ്പോൾ ഹീറോയിൻ അപ്പോൾ ഒരു ട്വിസ്റ്റ് പൊളിക്കുന്നു. മായയെ മറ്റാർക്കും കാണാൻ കഴിയില്ല, എന്റെ കണ്ണിന് മാത്രമേ കാണാൻ കഴിയൂ, കാരണം ആ സംഭവത്തിന് ശേഷം മായ മരിച്ചുപോയിരുന്നു എന്ന് പറയുന്നു. ഇത് കാമുകന് വലിയ ഷോക്കായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദേവി ഇത്രയും നേരം മായ മായ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി ഒന്നുകിൽ ഒരു ആത്മാവാണ്, അല്ലെങ്കിൽ അവളുടെ ഭാവന മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു നീല കളർ ചുരിദാർ ഇട്ടുകൊണ്ട് നമ്മുടെ ദേവി അർദ്ധരാത്രി എങ്ങോട്ടോ ഓടുന്നത് കാണുന്നു. അയാളും പിന്നാലെ ഓടുകയാണ്. ഇപ്പോൾ ആ വീടിന്റെ 3ാമത്തെ മകൻ ബറോൺ വേശ്യാവൃത്തി നടക്കുന്ന ഒരു ലോഡ്ജിലേക്ക് പോകുന്നു. അവിടെ ഒരു പെൺകുട്ടിയുമായി ഇരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ വീടിന്റെ 3ാമത്തെ മകൻ ബറോണിനെ ആരോ കൊന്നിട്ടിരിക്കുന്നു. ഈ വിവരവും ഇപ്പോൾ നമ്മുടെ ഹീറോ അറിയുന്നു. അയാൾ റോഡിൽ വെച്ച് പിടിച്ച ദേവിയെയും കൂട്ടിക്കൊണ്ട് ആ ലോഡ്ജിലേക്ക് പോകുന്നു. അവിടെ ബറോൺ മരിച്ചു കിടക്കുന്നത് കണ്ട് ഈ വീട്ടിലെ അടുത്ത മകനും മരിച്ചോ എന്നോർത്ത് വിഷമിക്കുകയാണ്. അപ്പോൾ ആ ലോഡ്ജിലുണ്ടായിരുന്ന പെൺകുട്ടിയോട് ആരാണിത് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഞാൻ ബറോണിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അപ്പോൾ ആരോ എന്റെ തലയുടെ പിന്നിൽ വന്ന് അടിച്ചു, ഞാൻ ബോധം കെട്ട് കട്ടിലിനടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പർദ്ദയിട്ട ആരോ ഒരാൾ അവിടെ ഇരുന്നു. ബറോൺ റൂമിലേക്ക് വന്നു. അത് ഞാനാണെന്ന് കരുതി ആ പർദ്ദയിട്ട സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ആ സ്ത്രീയുടെ മുഖം കണ്ട് ബറോൺ ഞെട്ടിയത്. നീയോ എന്ന് ചോദിച്ച് ഉടനെ അവിടെ ഇരുന്ന കത്തിയെടുത്ത് ബറോണിനെ കുത്തിക്കൊന്നു. എന്നിട്ട് ആ പർദ്ദയിട്ട സ്ത്രീ പർദ്ദ മാറ്റി അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ആ സ്ത്രീ നീല കളർ ചുരിദാറാണ് ഇട്ടിരുന്നത്, കാലിൽ ഷൂസും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ നീല കളർ ചുരിദാർ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ദേവിയാണ്. എന്നാൽ ദേവി ഇൻസ്പെക്ടറുടെ കൂടിയാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് ഹീറോ തല പുകയ്ക്കുന്നു. അപ്പോൾ നാരായണനോടും ഈ വിവരം പറയുന്നുണ്ട്. നിങ്ങളുടെ 3ാമത്തെ മകനും മരിച്ചു,
എനിക്ക് നെഞ്ചുവേദനിക്കുന്നു. ആദ്യത്തെ മകന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല, അപ്പോഴേക്കും അടുത്ത മകൻ മരിച്ചെന്നോ എന്ന് പറഞ്ഞ അയാൾ തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലെ വേലക്കാരിയും നീല കളർ ചുരിദാറിട്ടിരിക്കുന്നത് ആ വനിതാ പോലീസ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ആ കുടുംബത്തിൽ ബറോണിന്റെ ഭാര്യ അലറിക്കരയുകയാണ്. അവിടെയും ഐശ്വര്യ വളരെ കാഷ്വൽ ആയി വന്ന് നിൽക്കുന്നു. ഇപ്പോൾ നാരായണൻ ബറോണിന്റെ ഭാര്യയെ നോക്കി, നിന്റെ ഭർത്താവ് മരിച്ചതിൽ നിനക്ക് സന്തോഷമായില്ലേ, ഇനി നീ ഫ്രീ ആയല്ലോ എന്നൊരുമാതിരി പറയുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത് ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ ആ മുരുകന്റെ ഭാര്യയുടെ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന്. അങ്ങനെ അത് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ജയിലിലിരിക്കുന്ന രണ്ടാമത്തെ മകൻ ഡോക്ടറെ നമ്മുടെ ഹീറോ കാണാൻ വരുന്നുണ്ട്. ആ ഡോക്ടർ നീല ഡ്രസ്സും ഷൂസും ഇട്ടിരിക്കുകയാണ്. നിന്നോട് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, നിന്റെ ചേട്ടൻ രുദ്രയും ആ മുരുകന്റെ ഭാര്യയും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അതൊരു പഴയ ലവ് സ്റ്റോറിയാണ്, അതെന്തിനാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്ന് അയാൾ പറയുന്നു. രണ്ടാമത്തെ കാര്യം, നിന്റെ അനിയൻ ബറോൺ മരിച്ചു എന്നും പറയുന്നു. അത് കേട്ടിട്ടും ഡോക്ടർ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. എന്തൊരു സ്നേഹമുള്ള സഹോദരൻ എന്ന് ഹീറോ പരിഹസിക്കുന്നു. ശരി, എനിക്കൊരു കാര്യം വ്യക്തമാക്കണം. നീ ഒരു ഡോക്ടറല്ലേ? നിന്റെ ചേട്ടന്റെ മുതുകിൽ ഹെയർ പിൻ കുത്തിയാണ് കൊന്നത്. റിപ്പോർട്ട് പ്രകാരം നിന്റെ ചേട്ടന് എന്തോ മെഡിക്കൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഹെയർ പിൻ കുത്തിയപ്പോൾ മരിച്ചത്. ഇത് വെച്ച് നോക്കുമ്പോൾ കൊന്ന ആൾക്ക് നിന്റെ ചേട്ടന്റെ മെഡിക്കൽ ഹിസ്റ്ററി അറിയാമായിരിക്കും. രണ്ടാമത്, അവനുമായി എന്തെങ്കിലും ശത്രുതയും കാണും. അത് വെച്ച് നോക്കുമ്പോൾ നീ ഒരു ഡോക്ടറാണ്, നിനക്ക് ചേട്ടന്റെ മെഡിക്കൽ ഹിസ്റ്ററി അറിയാം. നിന്റെ ഭാര്യ ഐശ്വര്യ റായുമായി ചേട്ടന് ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് നിനക്ക് ശത്രുതയും ഉണ്ട്. അതുകൊണ്ട് നീയാണിത് ചെയ്തതെന്ന് ഞാൻ സംശയിക്കുന്നു. പോരാത്തതിന് ഈ കൊലപാതകം ചെയ്തയാൾ ഇടംകൈയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീയും ഒരു ഇടംകൈയനാണ്. അപ്പോൾ അകത്തുള്ള ഡോക്ടർ പറയുന്നുണ്ട്, സർ ഞാൻ അകത്താണ് സർ, ഞാൻ ഈ വീട്ടിലെ ഏറ്റവും നല്ലവനാണ്. പക്ഷെ നിങ്ങൾ സംശയിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ 2 പേർക്കുണ്ട്. ഒന്ന്, എൻ്റെ ഭാര്യ ഐശ്വര്യ റായ്. അവൾ ഒരു കാലത്ത് നഴ്സിംഗ് പഠിച്ചാണ് സർ. ചേട്ടന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അവൾക്കറിയാം. അവളും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ഒന്ന് അവൾ ചെയ്തതാവാം. രണ്ടാമത് എൻ്റെ അച്ഛൻ. അദ്ദേഹം ഒരു കാലത്ത് വലിയ ഡോക്ടറായിരുന്നു. അദ്ദേഹവും ഇടംകൈ നന്നായി ഉപയോഗിക്കും. അദ്ദേഹം ചെയ്തതാകാം. നിങ്ങൾ അവരെ പോയി അന്വേഷിക്കുക സർ, ഞാൻ പാവമാണ് എന്ന് പറയുന്നു. ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ വീണ്ടും വിളിക്കുന്നുണ്ട്. സർ, മൂന്നാമതൊരാളെ കുറിച്ച് പറയാൻ ഞാൻ മറന്നു. ഇതൊരു പരമരഹസ്യമാണ്. ഇപ്പോൾ എൻ്റെ ചേട്ടനെ കെട്ടി വന്ന ദേവിയില്ലേ, അവളും മെഡിസിൻ പഠിച്ചാണ് സാർ. സത്യത്തിൽ ഈ ദേവി 6 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. 6 വർഷം മുമ്പ് അവൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവൾക്ക് 2 കൈകൊണ്ടും ഒരുപോലെ എഴുതാൻ കഴിയും സാർ. അവൾ വല്ല പകവീട്ടനായി ചെയ്തതാവാനും സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇത് കേട്ട് ഇൻസ്പെക്ടർ ഞെട്ടുകയാണ്. ഇവിടെ ദേവിയോട് അവളുടെ സുഹൃത്ത് മായ വന്ന് പറയുന്നു, ദേവി, നീ ചെയ്യുന്നതെല്ലാം പോലീസുകാർ കണ്ടുപിടിച്ചു. ഇനി ഈ വീട്ടിൽ 4 പേരുടെ മരണം ബാക്കിയുണ്ട്. പോലീസ് നിന്നെ തേടി വരുന്നു, എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചോ എന്നും പറയുന്നു. ഹീറോയിൻ ദേവി വളരെ ഭയപ്പെടുകയാണ്. നമ്മുടെ ഹീറോയിനെ തേടി വന്നോ ഇല്ലയോ, എന്തിനാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതെല്ലാം സീസൺ 2-ൽ പറയാം എന്ന രീതിയിൽ ഇപ്പോൾ ഈ സീസൺ 1 അവസാനിപ്പിച്ചിരിക്കുകയാണ്. സീസൺ 2 ഇതുവരെ റിലീസായാൽ അതും വിശദീകരിക്കാം. ഈ കഥ ബംഗാളിയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അവസരം കിട്ടിയാൽ കാണുക. ഒരു മികച്ച സീരീസ് ആണിത്. സോ, കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കൂടുതൽ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സോ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.